ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. ഈ വ്ളോഗിൽ പ്രമേഹമുള്ളവർക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. കൊഡോ മില്ലറ്റ് വെച്ച് പത്തിരിയും കൂടെ കറിയായിട്ട് രാജ്മ പയർ കൊണ്ടുള്ള വിഭവമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ ചെടികൾ ഒന്ന് നനച്ചിടാമെന്ന് വെച്ചു. പിന്നെ ചെടികൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് കുതിർക്കാൻ വേണ്ടി വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളമാണ് വൻപയർ എടുക്കുന്നത്. പിന്നെ രാജ്മ പയറിൻ്റെ ഗുണങ്ങൾ എന്തെന്നാൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണിത്. പ്രോട്ടീൻ മാത്രമല്ല കേട്ടോ, ഫോളിക് ആസിഡ്, കാൽസ്യം, അന്നജം, നാരുകൾ എന്നിവയും കൂടിയുണ്ട്. പിന്നെ കൊഴുപ്പും കാലറിയും കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും വൻപയർ സഹായിക്കുന്നു. പിന്നെ 100 ഗ്രാം വൻപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നർത്ഥം. ഈ വൻപയർ രാജ്മ എന്നും റെഡ് കിഡ്നി ബീൻസ് എന്ന പേരിലും അറിയപ്പെടും. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് ആരോഗ്യകരമായ ഭക്ഷണമാണ് വൻപയർ. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നു. പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കാനും വൻപയർ സഹായിക്കും. പ്രമേഹത്തിന് പറ്റിയ ഒരു വണ്ടർ ഫുഡ് തന്നെയാണ് വൻപയർ. പിന്നെ 8-10 മണിക്കൂറെങ്കിലും വൻപയർ കുതിർക്കണം. നന്നായി വേവിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. രാജ്മ പയറിന് നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. രാജ്മ പയർ എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും 10-12 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ബീഫ് മസാല, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. പിന്നെ ഗ്യാസ് ട്രബിൾ ഉള്ളവരാണെങ്കിൽ ധാരാളം വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ 1 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള 6 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഓരോ കുക്കറിനും പല വേവാണ് കേട്ടോ. അപ്പോൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഇംപെക്സ് കുക്കറാണ്. ഇതിൽ മൊത്തം 7 വിസിലിന് വൻപയർ പാകമായി കിട്ടും. ഇനി ഈ കറിക്ക് വേണ്ടി നാളികേരം വറുത്ത് അരച്ച് ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 1 പിഞ്ച് നല്ല ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ നാളികേരമാണ്. നാളികേരവും ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ 4 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ഇനി നമുക്ക് ഒരു ബ്രൗൺ കളറാകും വരെ വറുത്തെടുക്കാം. ഇപ്പോൾ രാജ്മ പയർ പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്തെടുത്ത നാളികേരമുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. എന്നിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ രാജ്മ കറി തിളച്ചു കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാനുള്ള പാൻ ചൂടാകാൻ വെക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സബോള കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴന്നതിന് ശേഷം മസാലകൾ ചേർക്കാട്ടോ. 1 ടീസ്പൂൺ വീതം ബീഫ് മസാലയും ഗരം മസാലയുമാണ്. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ തിളപ്പിച്ചെടുത്ത രാജ്മ കറി ഈ മസാലക്കൂട്ടിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്താൽ ഈ രാജ്മ കറി റെഡിയായി കഴിഞ്ഞു.
ഇനി നമുക്ക് കോഡോ മില്ലറ്റ് പൊടി വെച്ച് പത്തിരി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഞാനെടുക്കുന്ന ഈ അളവിൽ ഒരാൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം 10 പത്തിരിയെങ്കിലും കിട്ടും. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കോഡോ മില്ലറ്റ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ചൂടോടു കൂടി തന്നെ കുഴച്ചെടുക്കണം. പിന്നെ മില്ലറ്റ് പൊടി മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല കേട്ടോ. ഞാനിത് കോഡോ മില്ലറ്റ് വെച്ച് അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ വീഡിയോയിൽ കാണുന്നത് പോലെ കുതിർത്തെടുത്ത് പൊടിച്ചിട്ട് വറുത്തെടുത്തതാണ്. പിന്നെ വറുത്തെടുത്തിട്ടും തരി ഉണ്ടെങ്കിൽ വീണ്ടും പൊടിച്ചെടുത്താൽ നൈസായി പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ പത്തിരി നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ ഇതിന് മുൻപായിട്ട് കോഡോ മില്ലറ്റ് വെച്ച് ഹെൽത്തി കഞ്ഞി, ബിരിയാണി, അച്ചപ്പം ഇവയുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ പത്തിരി നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.